ഇത് ഹിപ്പോപ്പൊട്ടാമസ് ആണ്. വളരെ വലുത്. നല്ല അടിപൊളി കാഴ്ച. ഇതിൽ കുറേ പക്ഷികളാണ്. ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ഉണ്ട്. ഈ സൂ ലോങ്ങസ്റ്റ് സൂ എന്നാണ് അവകാശപ്പെടുന്നത്. പല സൂ ഉണ്ടെങ്കിലും കൊൽക്കത്ത ഈ സൂ ആണ് ഏറ്റവും ലെങ്തി ആയിട്ടില്ല ദൂരമുള്ള സൂ. നമുക്ക് കണ്ടാൽ തോന്നില്ല, കാരണം സിറ്റിയിൽ നിന്ന് എടുക്കുകയാണ്. എങ്ങനെ ഇത് വന്നു, പക്ഷെ കുറേ നടക്കാനുണ്ട്. ഇത് കുറുക്കനാണ് ഗീതടുന്നത്. കണ്ടത് ഇന്ത്യൻ ഗ്രേ വോൾഫാണ്, ചെന്നായ. 4 മരങ്ങളായിട്ട് കാഴ്ചകൾ എന്താ പുഴ ഇതൊക്കെ. നമുക്ക് വൈറ്റ് ടൈഗർ കുറച്ച് കാണാനുണ്ട്. അതിന് സമയം കിട്ടുന്നില്ല. അവർ വിസിലടിച്ച് ആളുകളെ പുറത്ത്. സീബ്രേനൊന്നും കാണാൻ പറ്റുന്നില്ല, കംപ്ലീറ്റ് ഇത് മൂടി. സീബ്രേനെ കുറിച്ച് ഡീറ്റെയിൽസ് ആഫ്രിക്കയിലാണ് കാണുന്നത്, സൗത്ത് ഓഫ് സഹാരയിൽ. സൗത്ത് ഓഫ് സഹാരയിലത് കാണാൻ സീബ്ര സ്ട്രൈപ്സ് ബ്ലാക്ക് വൈറ്റിൽ, അത് എല്ലാവർക്കും അറിയാം. അതും റെഡ് ലിസ്റ്റിൽ ഉണ്ടായതാണ്, വളരെ അടുത്തുണ്ടായതാണ്, പിന്നെ ഉണ്ടായിട്ടില്ല അങ്ങനെ. അതായത് നിയർ ത്രെട്ട് ഉണ്ടെന്ന് പറയും. ഇതുണ്ട് നമുക്ക് ഇവിടെ കൊൽക്കത്തയിൽ കങ്കാരു. അത് മറ്റ് സൂലിങ് ആ കങ്കാരു അങ്ങനെയില്ല. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ ഈസ്റ്റേൺ ഗ്രേ കങ്കാരു അതിൻ്റെ പേര്. ഇത് മെയിൻലി ഓസ്ട്രേലിയൻ കോണ്ടിനെൻ്റ് തന്നെ, എല്ലാവർക്കും അറിയാം. ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ 7-10 വർഷത്തേ ഉള്ളൂ. അങ്ങനെ സൂവിൻ്റെ കാഴ്ചകളൊക്കെ കഴിഞ്ഞു. ശരിക്കും പിന്നെ സമയമായി 5:30 വരെ. 5:30 ആകുമ്പോൾ ഇത് ക്ലോസ് ആയി. അപ്പോൾ എല്ലാവരെയും എല്ലാവരെയും അവർ മാറ്റുക. കുറച്ചുകൂടെ നേരത്തെ നമ്മൾ വരണം. പക്ഷെ കംപ്ലീറ്റ് ഏകദേശം കഴിഞ്ഞു. വൈറ്റ് ടൈഗർ, കരടി, അങ്ങനെ 2-3 സാധനങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. ടേക്ക് കെയർ, ബൈ. ഷെയർ ചെയ്യാം. പോകുന്നതിന് മുമ്പായിട്ട് ഇത് വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യണേ. ഇതാ ഹൗറ ബ്രിഡ്ജിലൂടെ പോവാണ്. ये सबसे बड़ा